അമേരിക്കയ്ക്കെതിരെ മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. യുഎസിനേക്കാൾ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഇറാനെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധത്തിൽ തങ്ങൾ വിജയം നേടിയെന്ന് ലോകം അംഗീകരിച്ചതായി പെസഷ്കിയാൻ പറഞ്ഞു. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് ഇറാനിലെ സ്കൂളുകളും ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളും യുഎസ് ആക്രമിച്ചുവെന്നും ഇത് ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ജനപ്രീതി നഷ്ടപ്പെടാൻ ഇടയാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ജൂണിൽ യുഎസുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തെ അദ്ദേഹം ന്യായീകരിച്ചു. ഇത് ഇറാന്റെ പരാജയമല്ലെന്നും കീഴടങ്ങലിനെ സൂചിപ്പിക്കുന്ന ഒരു വകുപ്പ് പോലും കരാറിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിലെ എല്ലാ ബാധ്യതകളും യുഎസിനാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. 2026 ജൂൺ 18-നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ 14 പോയിന്റുകൾ അടങ്ങിയ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലായിരുന്നു ഈ കരാർ രൂപപ്പെട്ടത്. പരമാവധി 60 ദിവസത്തിനുള്ളിൽ സമാധാന കരാറിലെത്തുക, യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക, ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുക എന്നിവയായിരുന്നു ഇതിലുണ്ടായിരുന്ന പ്രധാന നിർദ്ദേശങ്ങൾ. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനും ധാരണയായിരുന്നു. എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങളും കരാർ ലംഘിച്ചുവെന്ന് പരസ്പരം ആരോപിക്കുകയും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുകയുമാണുണ്ടായത്.